Hello my students. From the last class we says about fat. Okay. Today we are going to discuss about the remaining parts of the fat. Don't you like fried food items very much? നമുക്കൊക്കെ ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ് അല്ലേ? വാട്ട് വിൽ ബി ദ ഡിഫറൻസ് ഇൻ ദ ലെവൽ ഓഫ് കൊളസ്ട്രോൾ ഇഫ് സച്ച് ഫുഡ് ഈസ് ടേക്കൺ ഇൻ എക്സസ്? ഇത്രയും ഫുഡ് ഐറ്റംസ് നമ്മുടെ ബോഡിയിൽ എക്സസ് ആയി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിൽ വരുന്ന മാറ്റങ്ങൾ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എനർജി കൺസംഷൻ ഫ്രം ഫാറ്റ് ഈസ് നോട്ട് എക്സീഡ് 20% പെർ ഡേ. അതായത് ഒരു ദിവസത്തിൽ 20% മുകളിൽ നമുക്ക് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റിൻ്റെ ആവശ്യം നമ്മുടെ ബോഡിയിൽ വരുന്നില്ല. ഇഫ് വി ടേക്ക് ഫ്രൈഡ് ഫുഡ് ഐറ്റംസ് ഇൻ എക്സസ് എമൗണ്ട് ദ എമൗണ്ട് ഓഫ് ഫാറ്റ് വിൽ ഇൻക്രീസ് ആൻഡ് ക്യാൻ കോസ് ഹെൽത്ത് പ്രോബ്ലംസ്. ഇപ്പം നമ്മൾ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഡയറ്റിൽ ഒരുപാട് കൂടിയാൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫാറ്റിൻ്റെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് വാട്ട് ആർ ദ ചേഞ്ചസ് ടു ബി അഡോപ്റ്റഡ് ഇൻ യുവർ ഡയറ്റ് ടു കൺട്രോൾ ദി ലെവൽ ഓഫ് കൊളസ്ട്രോൾ? കൊളസ്ട്രോളിൻ്റെ ലെവൽ ആ ലെവലിൻ്റെ ആ ഒരു കൊളസ്ട്രോള് നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് മെത്തേഡ്സ് നമ്മുടെ ഫുഡ് ഐറ്റംസിലും ഡെയിലി ലൈഫിലും എടുക്കാൻ പറ്റുമെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാണ് അതിൻ്റെ ആൻസർ? ഇറ്റ്സ് മീറ്റിൻ്റെയും ഫിഷിൻ്റെയും ഒക്കെ യൂസസ് കുറയ്ക്കുക, എക്സസൈസ് റെഗുലറായിട്ട് ചെയ്യുക, വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ പ്ലെൻറ്റി എമൗണ്ടായിട്ട് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക, അതുപോലെ തന്നെ സ്പൈസസ് ഫുഡ് ഐറ്റംസൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് കൊണ്ടുവരുന്നത് വഴി നമുക്ക് നല്ലൊരു ഹെൽത്തി ബോഡി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ ഫോർത്ത് വൺ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് വൈറ്റമിൻസ്. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെ ആയിരുന്നു? വൈറ്റമിൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ് വരെ. ഫോർത്ത് വൺ ആണ് വൈറ്റമിൻസ്. ഓക്കെ, examine a study report related to our food habit. The Indian Medical Research Council recommended that an adult Indian should consume 295 grams of vegetable per day. ഇന്ത്യൻ മെഡിക്കൽ റിസർച്ച് കൗൺസിൽ പറയുന്നത് ഒരു ആള് ഒരു ദിവസം 295 ഗ്രാം വെജിറ്റബിൾസ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ നമ്മുടെ ഇന്ത്യയിൽ 135 ഗ്രാമേ ഉള്ളൂ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത്. ബട്ട് ഇൻ ദി കേസ് ഓഫ് കേരള, അത് കേരളത്തിലെത്തുമ്പോൾ അത് 50 ഗ്രാം വെജിറ്റബിൾസേ പെർ ഡേ നമ്മൾ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തുന്നതുള്ളൂ. ഓക്കെ, നെയിം ദ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ദാറ്റ് യു ടേക്ക് എ ഡേ. ഇൻ വാട്ട് ക്വാണ്ടിറ്റി ഡു യു ടേക്ക് ദം? നിങ്ങൾ കഴിക്കുന്ന വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒരു ദിവസം നിങ്ങൾ എന്തൊക്കെ വെജിറ്റബിൾസും ഫ്രൂട്ട്സും കഴിക്കുന്നുണ്ട് എന്നുള്ളത്, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് കഴിക്കുന്നത് എന്നുള്ളതും നോട്ട് ചെയ്യുക. ഓക്കെ, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ഹാവിങ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്? ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കുന്നത് കൊണ്ട് എന്താണ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടാൻ പോകുന്നത്? ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലും പ്ലെൻറ്റി എമൗണ്ട് ഓഫ് വൈറ്റമിൻസ് ഉണ്ട്. ഓക്കെ, ദ വൈറ്റമിൻസ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ദേ ആർ ഹെൽപ്പ് ഇൻ ദ സ്മൂത്ത് ഫങ്ഷനിങ് ഓഫ് ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആൻഡ് ഹെൽപ്സ് ഇൻ റിപ്പയറിങ് ഓഫ് ബോഡി പാർട്സ് ആൻഡ് ഹെൽത്ത് ഓഫ് ബോൺ ആൻഡ് ടീത്ത്. ബോണിൻ്റെയും ടീത്തിൻ്റെയും ഹെൽപ്പിന്, അതുപോലെ തന്നെ ബോഡി പാർട്സ് റിപ്പയറിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂട്രിയൻ്റാണ് വൈറ്റമിൻസ്. സോ അതുകൊണ്ടാണ് വൈറ്റമിൻസ് കണ്ടൻ്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഹെൽത്ത്. Vitamins and minerals are nutrient factors that are inevitable for proper health and the smooth functioning of physiological activities. They are required only in small quantities. Fruits, vegetables, milk, egg, etc. are the storehouses of vitamins and minerals. Vitamins and minerals ൻ്റെ storehouses ആണ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, മിൽക്ക്, എഗ്. ഇതൊക്കെ നമുക്കൊരു സ്മോൾ ക്വാണ്ടിറ്റിയിലേ വേണ്ടതുള്ളൂ. പക്ഷേ ആ സ്മോൾ ക്വാണ്ടിറ്റി നമുക്ക് പെർ ഡേ കിട്ടിയിരിക്കണം ഫോർ ദി ഫിസിയോളജിക്കൽ ആൻഡ് മെറ്റബോളിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ദി ബോഡി. ഓക്കെ, ആൻഡ് ദർ ആർ മെനി കൈൻഡ് ഓഫ് വൈറ്റമിൻസ്. ഒരുപാട് മെയിൻലി 5 ടൈപ്പ് ഓഫ് വൈറ്റമിൻസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. 6 ടൈപ്പ്. വൈറ്റമിൻ എ, ഡി, ഇ, കെ ആൻഡ് ബി,
See, here those are the main type of vitamins, vitamin A, D, E, K and B, C. A, D, E, K are soluble in fat. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില വൈറ്റമിൻസ് ഫാറ്റിൽ സോലുബിൾ ആകുന്നുണ്ട്. അങ്ങനെ ഫാറ്റിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻസ് ആണ് എ, ഡി, ഇ, കെ. ആൻഡ് വാട്ടറിൽ സോലുബിൾ ആകുന്ന വൈറ്റമിൻസ് ആണ് ബി ആൻഡ് വൈറ്റമിൻ സി. ഫസ്റ്റ് കേസ് വൈറ്റമിൻ എ എടുക്കാം. വൈറ്റമിൻ എ ഹെയറിൻ്റെ, സ്കിന്നിൻ്റെ ഒക്കെ ഐൻ്റെ ഒക്കെ ഹെൽത്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അത് കിട്ടുന്നത് ക്യാരറ്റ്, അമരാന്തസ്, മിൽക്ക് പ്രൊഡക്ട്സിൽ നിന്ന്, ലിവറിൽ നിന്ന്, പീ ലീവ്സ്, ടാരോ ലീവ്സ്, മൊരിങ്ങ ലീവ്സ് എന്നൊക്കെയാണ് നമുക്ക് വൈറ്റമിൻ എ മെയിൻ ഫങ്ഷൻ. ഇറ്റ്സ് ദി ഹെൽത്ത് ഓഫ് ദി ഐ, സ്കിന്ന്, ഹെയർ എക്സെട്ര. ആൻഡ് വൈറ്റമിൻ ഡി ബോൺസിൻ്റെയും ടീത്തിൻ്റെയും ഹെൽത്ത്, അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ് എന്നിവയുടെ അബ്സോർപ്ഷൻ. അത് നമുക്ക് മെയിനായിട്ട് വേണ്ടത് സൺലൈറ്റ് നിന്ന് കിട്ടുന്നതാണ്. സോ നമുക്ക് സൺലൈറ്റ് കൊള്ളണം. അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സൊക്കെ നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ ഇ. അത് എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെയും നെർവ്സിൻ്റെ ഒക്കെ ഹെൽത്തിനാണ് അത് ഹെൽപ്പ് ചെയ്യുന്നത്. അത് വെജിറ്റബിൾ ഓയിൽസിൽ നിന്നാണ് കിട്ടുന്നത് വൈറ്റമിൻ ഇ. ആൻഡ് വൈറ്റമിൻ കെ എന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, അമരാന്തസ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ഫങ്ഷൻ എന്തെന്ന് വെച്ചാൽ നമുക്ക് എവിടെയെങ്കിലും മുറിയായാൽ ആ മുറിയായ സമയത്ത് ആ ഒരു ടൈമിൽ ക്ലോട്ടിങ് ഓഫ് ബ്ലഡ് കട്ട പിടിക്കാൻ വേണ്ടിയിട്ടാണ് അവരവിടെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് നമുക്ക് കിട്ടുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, ക്യാരറ്റ് ക്യാരറ്റ് അല്ല, അമരാന്തസ് പോലെയുള്ള ഫുഡ് ഐറ്റംസിനാണ്. സോ അതാണ് ഫാറ്റിൽ സോലുബിൾ ആയിട്ടുള്ളത് എ, ഡി, ഇ, കെ. എ എന്ന് വെച്ചാൽ ഐ, സ്കിന്ന്, ഹെയർ എന്നിൻ്റെ ഹെൽത്തിന്. ഡി എന്ന് വെച്ചാൽ ബോൺസ് ആൻഡ് ടീത്തിൻ്റെ ഹെൽത്തിനും കാൽഷ്യം, ഫോസ്ഫറസിൻ്റെ അബ്സോർപ്ഷനും. ഇ എന്ന് വെച്ചാൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെയും നെർവ്സിൻ്റെയും ഹെൽത്തിനും. കെ എന്ന് വെച്ചാൽ ബോൺസൊക്കെ ഉണ്ടായാൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ് വരുന്നത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ സോലുബിൾ ഇൻ വാട്ടറിൽ സോലുബിൾ ആയിട്ടുള്ളതാണ് ബിയും സിയും. ബി എന്ന് പറഞ്ഞാൽ യൂട്ടിലൈസേഷൻ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻസ് ഇൻ ദ ബോഡിയിലുള്ള പ്രോട്ടീൻസിൻ്റെയും കാർബോഹൈഡ്രേറ്റിൻ്റെയും യൂട്ടിലൈസേഷന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ RBCയുടെ ഫോർമേഷന്, സ്കിന്നിൻ്റെ ഹെൽത്ത്, ഇതിനൊക്കെ നമുക്ക് വേണ്ടത് എവിടെ നിന്നിട്ടാണ്? ബ്രാൻ ഓഫ് സെറിയൽസ്, അതായത് ധാന്യങ്ങളുടെ തവിട്, എഗ്ഗ്, മിൽക്ക്, ടാരോ ലീവ്സ് എന്ന് വെച്ചാൽ ചേമ്പിൻ്റെ ഇല. ഇതിന്നൊക്കെയാണ് നമുക്ക് ഇതൊക്കെ കിട്ടുന്നത്. സോ ഇത്രയും ഫുഡ് ഐറ്റംസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തിയാലേ ഉള്ളൂ നമുക്ക് RBC ഫോർമേഷൻ കറക്റ്റ് ആകുന്നത്, സ്കിന്നിൻ്റെ ഹെൽത്ത് കറക്റ്റ് ആകുന്നതൊക്കെ ഉള്ളൂ. അതുപോലെ നെക്സ്റ്റ് വൺ ആണ് വൈറ്റമിൻ സി. അത് സ്കിന്ന്, ടീത്ത്, ഗമ്മ് ആൻഡ് ബ്ലഡ് സെൽസ് ഇവരുടെയൊക്കെ ഹെൽത്തിന് വേണ്ടിയിട്ട് ഉള്ളതാണ് വൈറ്റമിൻ സി. അത് നമുക്ക് കിട്ടുന്നത് ഫ്രൂട്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഗ്രൂസ്ബെറി മീൻസ് നെല്ലിക്കയിൽ നിന്ന് കിട്ടുന്നുണ്ട്. മുരിങ്ങ ലീവ്സ്, പപ്പായ. സോ നമ്മുടെ ഒരു ഡയറ്റിൽ എല്ലാ കണ്ടൻറ്റ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നത് എന്താണ്? ഓരോ ടൈപ്പ് ഫുഡിൽ നിന്നും ഓരോ ടൈപ്പ് കണ്ടൻറ്റാണ് നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നത്. അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോന്നിൻ്റെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചിലത് ഹെൽത്ത് ഓഫ് ഐ ആയിരിക്കും, ചിലത് ഹെൽത്ത് ഓഫ് ഹെയർ, ചിലത് ഹെൽത്ത് ഓഫ് സ്കിന്ന്, അങ്ങനെ ഓരോന്നാണ് കിട്ടുന്നത്. സോ എല്ലായിടത്തും നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ റീസണ് അതുകൊണ്ടാണ്. ആൻഡ് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, what are the health hazards caused by the deficiency of vitamin A? വൈറ്റമിൻ എൻ്റെ ഡെഫിഷ്യൻസി എന്താണ് കോസ് ചെയ്യുന്നത്? ആ ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കൂ. ദാറ്റ് ഈസ് ദി ഹെൽത്ത് ഓഫ് ഐ, സ്കിൻ, ഹെയർസ് ആർ എഫക്റ്റഡ് അല്ലേ? ഐസിൻ്റെയും സ്കിന്നിൻ്റെയും ഒക്കെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി. എങ്ങനെയാണ് ആ വൈറ്റമിൻ എ ഡെഫിഷ്യൻസി വരുന്നത്? ക്യാരറ്റ്, അതുപോലെ അവിടെ തന്നിട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കാത്തത് വഴിയാണ് നമുക്ക് ആ ഡെഫിഷ്യൻസി വരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫുഡ് ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ദ ഡയറ്റ് ഓഫ് എ പേഴ്സൺ സഫറിങ് ഫ്രം ഹിൽ ഹെൽത്ത് ഓഫ് എ ഗം? നമുക്ക് മോണയ്ക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തേണ്ടത്? ഫ്രൂട്ട്സ്, ഗ്രൂസ്ബെറി, മുരിങ്ങ ലീവ്സ്, പപ്പായ എക്സെട്ര. അതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ,
വാട്ട് ഹാപ്പൻസ് ഇഫ് ദ ഇൻടേക്ക് ഓഫ് ഫാറ്റ് ഇൻ ദ ഫുഡ് ഈസ് വെരി ലോ? നമ്മുടെ ഫാറ്റിൻ്റെ ഇൻടേക്ക് കുറഞ്ഞാൽ എന്താണ് നമ്മുടെ ബോഡിയിൽ സംഭവിക്കുന്നത്? വൈറ്റമിൻ എ, ഡി, ഇ, കെ സോലുബിളൊക്കെ ആവുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫാറ്റിൽ വെച്ചിട്ടാണ്. സോ ലിറ്റിൽ ഫാറ്റ് ഈസ് നീഡഡ് ഫോർ ദി ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലോട്ട് കുറച്ചൊരു ഫാറ്റ് ആവശ്യമുണ്ട്. കാരണം എയും ഡിയും ഇയും കെയും ഫാറ്റിലേ ഉള്ളൂ സോലുബിൾ ആകുന്നത്. ഇഫ് നോ ഫാറ്റ് ഈസ് അവൈലബിൾ ദസ് വൈറ്റമിൻസ് ആർ നോട്ട് ഗെറ്റ് ഫാറ്റ് അവൈലബിൾ അല്ലാത്ത ടൈമിൽ എന്ത് ചെയ്യുന്നില്ല, ഈ വൈറ്റമിൻസ് ഒന്നും നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ഡിസീസസ് നമുക്ക് കോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ വൈറ്റമിൻസ് ദാറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ? വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണ്? Yes, very good. Vitamin B and vitamin C. And the last question, infants who have not started taking food items are exposed to mild sunlight for a short time. Why? അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നമ്മൾ കാണാറുണ്ട് ചെറിയ കുട്ടികൾക്ക് വെയിൽ കൊള്ളിക്കുന്നത്. അതെന്തിനാണ്? ഈ വെയിലിൽ നിന്ന് ഏത് വൈറ്റമിൻസാണ് നമുക്ക് കിട്ടുന്നത്? ആ ഒരു ടേബിൾ നമുക്ക് കാണാൻ പറ്റും, വൈറ്റമിൻ ഡി ആണ്. സോ വൈറ്റമിൻ ഡി ഈസ് സിന്തസൈസ്ഡ് ഇൻ ദ ബോഡി ഫ്രം ദി സൺലൈറ്റ്. ടു അക്വയർ വൈറ്റമിൻ ഡി ഇൻഫാൻസ് ആർ എക്സ്പോസ്ഡ് ടു മൈൽഡ് സൺലൈറ്റ് ഫോർ എ ഷോർട്ട് ടൈം. കുറച്ച് സമയം ഒരു വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടിയിട്ട് ഇൻഫാൻസിന് സൺലൈറ്റിലോട്ട് എക്സ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അത്രയാണ് ആ ക്വസ്റ്റ്യൻസും ആൻസറും. അത് നോട്ടിൽ ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ ആക്കിയിട്ട് എഴുതണം. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു ഹൗസ് വൈഫ് ഒരു ഡൗട്ട് ചോദിക്കുന്നുണ്ട്. അതെന്തെന്ന് വെച്ചാൽ, ഐ വാഷ് ദി വെജിറ്റബിൾസ് തറോവ്ലി ആഫ്റ്റർ ചോപ്പിംഗ് ആൻഡ് ദെൻ ഡ്രെയിൻ ഔട്ട് ദി വാട്ടർ. ഞാൻ എന്താ ചെയ്യുന്നത്, അവർ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മുറിച്ചതിന് ശേഷമാണ് അവർ കഴുകിയിട്ട് എടുത്ത് വെക്കുന്നത്. അത് ശരിയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഹാവ് യു പെയ്ഡ് അറ്റൻഷൻ ടു ദി വേർഡ്സ് ഓഫ് ദിസ് ഹൗസ് വൈഫ്? ഡു യു തിങ്ക് ഇറ്റ്സ് അഡ്വൈസബിൾ ടു വാഷ് വെജിറ്റബിൾസ് ആഫ്റ്റർ ചോപ്പിംഗ് ദം? വൈ? അത് നിങ്ങൾ അതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ്. യോജിക്കുന്നുണ്ടോ? നോ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ചില വൈറ്റമിൻസ് ഫാറ്റിൽ സോലുബിളാണ്, ചിലവർ വാട്ടറിൽ സോലുബിളാണ്. സോ നമ്മൾ വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് അത് വാഷ് ചെയ്യുന്നതെങ്കിൽ അതെന്ത് ചെയ്യുന്നുണ്ട്, അതിലുള്ള വൈറ്റമിൻസ്, ആ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുള്ള വൈറ്റമിൻസ് വാട്ടറുമായിട്ട് സോലുബിളായിട്ട് അവിടെ ആ വൈറ്റമിൻസ് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. സോ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ആഫ്റ്റർ ചോപ്പിംഗ് ഓർ ആഫ്റ്റർ കട്ടിങ്, കട്ട് ചെയ്യുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, നമ്മുടെ എല്ലാ ഫുഡ് ഐറ്റംസ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിക്കോട്ടെ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ അതൊക്കെ കട്ട് ചെയ്യായിരിക്കും ഏറ്റവും ദി ബെസ്റ്റ്. കാരണം എന്ത് ചെയ്യുന്നില്ല, ആ ഒരു വാട്ടറിൽ സോലുബിൾ ആകുന്നില്ല, അങ്ങനെ ആ വൈറ്റമിൻസ് അവിടെ നിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നില്ല. ഓക്കെ, ഇഫ് നോട്ട് കെപ്റ്റ് കവേർഡ് വെൻ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആർ കുക്ക്. നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ കുക്ക് ചെയ്യുന്ന ടൈമിൽ അടച്ച് വെച്ച് കുക്ക് ചെയ്യണമെന്ന് പറയാറുണ്ട്, തുറന്ന് വെക്കരുത് എന്ന് പറയുന്നുണ്ട്. അതെന്താണ് കാരണം? ദ വൈറ്റമിൻ സി ഇൻ ദം ഡിസോൾവ് ഇൻ സ്റ്റീം. അവയിൽ പ്രസൻ്റ് ആയിട്ടുള്ള വൈറ്റമിൻ സി എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ആവിയിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അതെന്താണ്, ഇപ്പോൾ ആ വെസൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ഒരു ഉപ്പേരി ഉണ്ടാക്കുന്ന ടൈമിൽ, ഒരു പയറുപ്പേരി ഉണ്ടാക്കുന്ന ടൈമിൽ അതിൽ വൈറ്റമിൻ സി ഉണ്ട്. ആ വൈറ്റമിൻ സി സ്റ്റീമിൽ ഡിസോൾവ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ മൂടി വെക്കാതെ അത് നമ്മൾ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ വൈറ്റമിൻ സി ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഗോസ് ഔട്ട്, അത് പുറത്തേക്ക് പോകുന്നുണ്ട്. സോ നമുക്ക് ആ ഫുഡ് ഐറ്റംസിൽ നിന്ന് വൈറ്റമിൻ സി കിട്ടില്ല. സോ അതുകൊണ്ടാണ് ഏത് ഫുഡ് ഐറ്റംസും കുക്ക് ചെയ്യുന്ന ടൈമിൽ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ കാരണം. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് മിനറൽസ്. നമ്മൾ വൈറ്റമിൻസ് പറഞ്ഞു, അതുപോലെ വരുന്നതാണ് മിനറൽസ്. ഓക്കെ, Your daughter is anemic. Give her plenty of leafy vegetables. How is anemia cured? By taking leafy vegetables. ഒരു ഡോക്ടർ അടുത്തേക്ക് ഒരു കുട്ടി പോയപ്പോൾ ഡോക്ടർ അവരോട് പറഞ്ഞിട്ടുള്ളതാണ്, നിങ്ങളുടെ കുട്ടി അനീമിക് പേഷ്യൻ്റ് ആണ്, അവർക്ക് ഒരുപാട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ് അവരുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യപ്പെടുത്തണമെന്ന് പറയുന്നുണ്ട്. അതെന്താണ് അതിൻ്റെ കാരണം എന്നുള്ളത് നമുക്ക് ഒന്ന് നോക്കാം. ഓക്കെ, ഇവിടെ മെയിനായിട്ട് പറയുന്ന എലമെൻറ്റ്സ് ആണ് അയൺ, കാൽഷ്യം, ഫോസ്ഫറസ്, സോഡിയം ആൻഡ് അയഡിൻ. അതിൻ്റെ ഒക്കെ ഫങ്ഷനിങ് എന്താണെന്ന് നോക്കാം. നമ്മുടെ ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യപ്പെടുന്നത് അയണാണ്. ഈ അയൺ എവിടെ നിന്നാണ് നമുക്ക് കിട്ടുന്നത്? ഏതൊക്കെ ഭക്ഷണം കഴിച്ചാലാണ് അയൺ കണ്ടന്റ് നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്നത്?
ഇറ്റ്സ് ലീഫി വെജിറ്റബിൾസ്, സീഡ് ഓഫ് പംകിൻ അതായത് മത്തൻകുരു, ഹോസ് ഗ്രാം, മുതിര, ജാഗറി മീൻസ് ശർക്കര, ലിവർ, ഇതൊക്കെ കഴിക്കുന്നത് വഴിയാണ് നമ്മുടെ ബോഡിയിൽ അയൺ ഉണ്ടാകുന്നത്. അയൺ ഉണ്ടായാലേ ഉള്ളൂ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ്റെ സിന്തസൈസ് നടക്കുന്നുള്ളൂ. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ കാൽഷ്യം ഫോസ്ഫറസ്. അതെന്തിനെന്ന് വെച്ചാൽ ബോൺസ് ആൻഡ് ടീത്തിൻ്റെ ഫോർമേഷന് കാൽഷ്യം ഫോസ്ഫറസും മസ്റ്റാണ്. അതുപോലെ തന്നെ മസിൽസിൻ്റെയും നെർവ്സിൻ്റെയും ഒക്കെ പ്രോപ്പർ ഫങ്ഷനിങ് നടക്കണമെങ്കിൽ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ഫോസ്ഫറസ് വേണം. എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത്? ബനാനയിൽ നിന്ന് കിട്ടുന്നുണ്ട്, ടാപ്പിയോക്കയിൽ നിന്ന്, മരച്ചീനിയിൽ നിന്ന് കിട്ടുന്നുണ്ട്, അതുപോലെ തന്നെ യാം, ചേനയിൽ നിന്ന്, ലീഫി വെജിറ്റബിൾസിൽ നിന്നും, മിൽക്ക് പ്രോഡക്ട്സിൽ നിന്നൊക്കെയാണ് കാൽഷ്യവും ഫോസ്ഫറസും നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആണ് സോഡിയം. സോഡിയം മീൻസ് റീറ്റെയിൻ വാട്ടർ നീഡഡ് ഇൻ ദി ബോഡി. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള വാട്ടർ ബാലൻസിങ് നിലനിർത്തുന്നതാണ് സോഡിയം. അത് നമുക്ക് കോമൺ സാൾട്ട് കഴിക്കുന്നത് വഴിയാണ് കിട്ടുന്നത്. ഉപ്പ് നമ്മുടെ ഡയറ്റിൽ അത്യാവശ്യം ഒരു നോർമൽ എമൗണ്ടിൽ വേണം. ആൻഡ് ദ നെക്സ്റ്റ് വൺ ആസ് അയഡിൻ. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്, അതുപോലെ തന്നെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനൊക്കെ എന്ത് വേണം? അയഡിൻ വേണം. അത് നമുക്ക് കിട്ടുന്നത് സീ ഫുഡിൽ നിന്നാണ്. അതുപോലെ തന്നെ അയഡൈസ്ഡ് സാൾട്ടിൽ നിന്നും സീ ഫിഷിൽ നിന്നൊക്കെയാണ് നമുക്ക് അയഡിൻ കണ്ടൻറ്റ് കിട്ടുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ തൈറോയിഡിൻ്റെ പ്രോപ്പർ ഫങ്ഷനിങ്ങിനും മെൻ്റൽ ഡെവലപ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്. ഓക്കെ. ആൻഡ് ഹിയർ ദർ ആർ 2 questions. The first one is the deficiency of which element cause anemia in a child. ഏതാണ് ഒരു കുട്ടിയുടെ ഏത് ഡെഫിഷ്യൻസി വഴിയാണ് അനീമിയ ഉണ്ടാകുന്നത്? ഏതാണ് അനീമിയ ഉണ്ടാകാൻ കാരണം? നമ്മുടെ ബോഡിയിൽ ഹീമോഗ്ലോബിൻ്റെ കണ്ടൻറ്റ് കുറഞ്ഞാലാണ് നമുക്ക് അനീമിയ ഉണ്ടാകുന്നത്. സോ ഡെഫിഷ്യൻസി ഓഫ് അയൺ, അയൺ ആണ് എന്ത് പറയുന്നത്? ആ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ സിന്തസൈസ് ചെയ്യുന്നത്. അയൺ കണ്ടൻറ്റ് കുറഞ്ഞാൽ അവിടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറഞ്ഞു എന്നർത്ഥം. സോ അനീമിയ ഉണ്ടാക്കുന്നത് ഡെഫിഷ്യൻസി ഓഫ് അയൺ ക്യാൻ കോസ് അനീമിയ. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ, വാട്ട് ആർ ദി ഹെൽത്ത് ഹസാർഡ്സ് caused by the lack of leafy vegetables in the diet. നമുക്ക് ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്തൊക്കെ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ് നമുക്ക് വരുന്നത്? അയൺ നീഡഡ് ഫോർ ദി സിന്തസൈസ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദി ബ്ലഡ്. Calcium, phosphorus are needed for the formation of bones and teeth and the functioning of muscles and nerves. Deficiency of these cause anemia and the functioning of bones and nerves retarded. അതായത് ഈ ഒരു അയണ്, കാൽഷ്യം, ഫോസ്ഫറസ് ഇതൊന്നും നമുക്ക് കിട്ടുന്നില്ല ലീഫി വെജിറ്റബിൾസ് കഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ. സോ നമ്മുടെ ഹീമോഗ്ലോബിൻ്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ അനീമിയ വരും. അതുപോലെ തന്നെ കാൽഷ്യം, ഫോസ്ഫറസ് നമ്മുടെ ബോഡിയിൽ കുറയുമ്പോൾ ബോൺസിനെയും ടീത്തിൻ്റെയും ഗ്രോത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മസിൽസ്, നെർവൊക്കെ പ്രോപ്പറായിട്ട് ഗ്രോ ചെയ്യാതെ റിട്ടാർഡ് ചെയ്യും. സോ അതുകൊണ്ടാണ് ലീഫി വെജിറ്റബിൾസ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഓക്കെ. സോ ആ 2 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യുക. മിനറൽസിൽ വരുന്നത്, വൈറ്റമിൻസിൽ വരുന്ന 5 ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്യുക. ഓക്കെ. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ. താങ്ക് യു.